അത് തന്നെ ഇത് തെറ്റായിട്ടുള്ളൊരു നിഗമനമാണ്. നമ്മൾ പാർട്ടി സംവിധാനം കുറവുണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസിനെ പറ്റി നമുക്ക് പറയാം, ഓൾ ഇന്ത്യ ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ DMK-ക്ക് മനസ്സിലായ പാർട്ടി സംവിധാനം പ്രബലമായിട്ടുള്ള ഒരു പാർട്ടി സംവിധാനമുള്ളതാണ് DMK-ക്ക്? CPM-ന്റെ അല്ല, ഹിന്ദി ബെൽറ്റ്. ഓക്കെ, ഇനി ഹിന്ദി ബെൽറ്റിലോട്ട് പോവാ. എത്ര കാലമായിട്ട് RJD-യുടെ സ്ട്രെങ്ത്തിൽ വല്ല വോട്ട് സ്ട്രെങ്ത് കുറഞ്ഞു പോയിട്ടുണ്ടോ? ഏത് കാലത്താണ് ഇപ്പോഴത്തെ തന്നെ പാർട്ടിയായിട്ട് മേജർ ഒപ്പോസിഷൻ പാർട്ടി ബീഹാർ അസംബ്ലിയിൽ RJD-ആണ്. അവിടെ നിന്ന് എത്ര ആൾ കൂറുമാറിപ്പോയി? കൂറൊന്നും മാറിയില്ല. ആകെ 2-3 പേരാ കൂറ് മാറിയിട്ടില്ല. അതിന് കൂറ് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ RJD എന്തൊക്കെ കാണിച്ചാലും ഇനിയിപ്പോൾ ഭാര്യനെ മുഖ്യമന്ത്രിയാക്കിയാലും മകനെ മുഖ്യമന്ത്രിയാക്കിയാലും അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതേമാതിരി തന്നെ TMC. നമ്മൾ പാർട്ടികൾ എന്തെങ്കിലും പാർട്ടി സംവിധാനം എന്ന് പറഞ്ഞത് അതൊരു കാഡർ പാർട്ടി സംവിധാനമുണ്ട്, ഒരു വികാരത്തിൻ്റെ മുകളിലുള്ള പാർട്ടി സംവിധാനമുണ്ട്. ഉദാഹരണം ഇതൊക്കെ ജാതി ഇപ്പോൾ ദ്രാവിഡ ഫിലോസഫി പാർട്ടി DMK, തെലുഗു ആത്മാഭിമാനത്തിൻ്റെ പേരിലുണ്ടായിട്ടുള്ള തെലുഗു ദേശം, അതൊരു വികാരമാണ്. അതേമാതിരി തന്നെ മമതാ ബാനർജി ഒരു CPM വികാരത്തിൽ വന്നിട്ടുള്ളൊരു പാർട്ടിയാണത്. അപ്പോൾ അതിനൊക്കെ ഒരു വികാരങ്ങളുണ്ട്. അല്ലാതെ പാർട്ടി സംവിധാനം തന്നെ എപ്പോഴും വേണം എന്ന് പറയണമെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് കോൺഗ്രസിന് എന്ത് വലിയ പാർട്ടി സംവിധാനം ഒന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ഇന്ദിരാഗാന്ധി വേഴ്സസ് നമുക്കെടുക്കാം, ഇന്ദിരാഗാന്ധി വേഴ്സസ് സിൻഡിക്കേറ്റിനാണ് പാർട്ടി സംവിധാനം. അത് അടിച്ച് തൂത്തുളഞ്ഞ് ഇന്ദിരാഗാന്ധി വേഴ്സസ് ബ്രഹ്മാനന്ദ റെഡ്ഡിയുടെ കോൺഗ്രസ് അന്നത്തെ സമയത്ത് മനസ്സിലായി. ഇന്ദിരാഗാന്ധി അടിച്ച് തൂത്തുളഞ്ഞവരാണ് എമർജൻസിക്ക് ശേഷം ജനതാ പാർട്ടി വന്ന ശേഷം. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾ ഈ പാർട്ടി സംവിധാനത്തിൻ്റെ മുകളിലൊന്നുമല്ല ജനം വർക്ക് ചെയ്യുന്നത്. ജനമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജനത്തിന് വൈകാരികമായിട്ട് തോന്നുന്നു. ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇതേ ഇന്ദിരാഗാന്ധിനെ തന്നെ 97 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം നടന്ന ഇലക്ഷനിൽ അവരെ തൂത്ത് പുറത്തിട്ടില്ലേ എമർജൻസിക്ക് ശേഷം? വാജ്പേയിയുടെ ഇന്ത്യ ഷൈനിങ് അവിടെ പോയി. അപ്പോൾ ഈ പാർട്ടി സംവിധാനം അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, അതൊരു തർക്ക വിഷയമല്ല. പാർട്ടി സംവിധാനങ്ങളല്ല വർക്ക് ചെയ്യുക, പാർട്ടി വികാരമാണ്. ഞാൻ പറയാം, ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. NT രാമറാവ് പാർട്ടി ഉണ്ടാക്കുന്നു ഇത് ആന്ധ്രാപ്രദേശിൽ. വിത്തിൻ 9 months, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കോൺഗ്രസിനെ തൂത്ത് പുറത്തിടുന്ന ഒരു പാർട്ടി സംവിധാനവും ഇല്ല. അദ്ദേഹത്തിന് കുറച്ച് ഫാൻസ് മാത്രമേ ഉള്ളൂ. അതേമാതിരി MG രാമേന്ദ്രൻ, അദ്ദേഹം DMK-യിൽ നിന്ന് തെറ്റിപ്പോകുന്നു. കംപ്ലീറ്റ് പാർട്ടി മിഷണറി, പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സ് എല്ലാവരും കരുണാനിധിയുടെ കൂടെ. ആര് ജയിച്ചു ഇലക്ഷനിൽ? MGR ജയിച്ചു ഇലക്ഷനിൽ. അപ്പം അങ്ങനെ ഒരു പാർട്ടി സംവിധാനം വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ പാർട്ടി ഇതൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ റിപ്പോർട്ടും ഉണ്ട്, ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർ തോറ്റു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞതൊക്കെ ഭയങ്കര തെറ്റാണ്. കാഡറാണ്. കാഡറിൻ്റെതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ജനമാണ്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ പൊളിറ്റിക്സ് കാണുന്നത്. ശരി, ഓക്കെ.